ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാര്യമായിട്ട് തയ്യൽ പഠിക്കാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു എലൈൻ കുർത്ത എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് അത് നമ്മൾ തുണിയിലേക്ക് കറക്റ്റായിട്ട് അളവുകൾ എങ്ങനെ നമ്മൾ എടുത്ത് ചെയ്യുന്നുള്ളതാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാനും ഈ പറഞ്ഞ പോലെ അങ്ങനെ സ്റ്റിച്ചിങ് വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ചെയ്ത് എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു 2.5 മീറ്റർ അജ്രക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ സ്റ്റിച്ചിങ്ങിന് നമ്മൾ മടക്കിയിടുന്ന പോലെ തന്നെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തേക്കാണ്. ഇത് നമ്മൾ പകുതിയാക്കിയിട്ടാണ് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ മെഷർമെൻറ്റ്സിൻ്റെയും ഹാഫാണ് നമ്മളിതിൽ എടുക്കുന്നത്. എൻ്റെ കറക്റ്റ് നീളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത്ത് എന്തോരം വേണം അതിൽ കൂടെ പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് നമ്മൾ തുണിയുടെ നീളം എടുക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്യുക. ഞാനതുപോലെ തന്നെ എൻ്റെ ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോൾഡറിന് നമ്മൾ എത്രയാണോ ആ ഒരു നീളം എടുത്തത് അതേ ഒരു നീളം തന്നെയാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ലൈൻ ഉണ്ടാവുമല്ലോ, ആ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് ആ സെയിം നമ്മൾ ഷോൾഡർ എത്രയാണോ എടുത്തത് അത് തന്നെ ടാപ്പ് നമ്മൾ മുകളിലേക്ക് വെച്ചിട്ട് അടിയിലേക്ക് ആ ഒരു ലെങ്ത്ത് എടുക്കുക. ആ ലെങ്ത്ത് നമ്മൾ നേരെ വരച്ചു കൊടുക്കുക. അവിടെയാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്ന ലൈൻ. പിന്നെ അടുത്തത് വരുന്നതാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റ് ലൈൻ നമ്മളതുപോലെ തന്നെ മുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ലെങ്ത്താണ് ഒരു 14.5 ഇഞ്ചിലാണ് നമ്മൾ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. അത് 14.5 നമ്മുടെ ബോഡി ലെങ്ത്ത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ അളവൊക്കെ കുട്ടികളിലാകുമ്പോൾ നമുക്ക് മാറും കേട്ടോ. അത് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് നേരെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കുക. അവിടെയാണ് നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ ടാപ്പ് മുകളിൽ വെച്ചിട്ട് പിന്നെ വരുന്നതാണ് ഹിപ്പിൻ്റെ അളവ്. നമ്മുടെ സ്ലിറ്റ് ഉണ്ടല്ലോ, ഓപ്പൺ വരുന്ന സൈഡ്, അവിടുത്തെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹിപ്പിൻ്റെ അളവ് എടുക്കുമ്പോൾ നമ്മൾ ഒരു 22 അല്ലെങ്കിൽ 21 ആ ഒരു മെഷർമെൻറ്റാണ് നമ്മൾ എടുക്കുന്നത്. മുകളിൽ നിന്ന് ടാപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു അളവും കൂടി നമ്മൾ അവിടെ മാർക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ലൈനുകൾ നീട്ടി വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ഒക്കെ എത്രയാണ് മെഷർമെൻറ്റ് എന്നുള്ളത് നമ്മൾ അതിലൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൽ കൂടെ നമ്മൾ പ്ലസ് 4 ഇഞ്ച് കൂട്ടുക. 4 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ അതിൻ്റെ 4/1 ഭാഗം എത്രയാണോ അതാണ് നമ്മൾ ചെസ്റ്റോടെ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് എത്രയാണോ നമ്മളുടെ മെഷർമെൻറ്റ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തത് അതേ വേസ്റ്റ് പ്ലസ് 3 ഇഞ്ച് കൂട്ടുക. അതിൻ്റെ 4/1 ഭാഗം എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് വരുന്നതാണ് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ്. ഹിപ്പ് നമ്മളുടെ എത്രയാണോ നമ്മൾ എടുത്തത് ആ ഹിപ്പിൽ കൂടെ നമ്മൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് പ്ലസ് ഒരു 4 ഇഞ്ച് കൂട്ടുക. എന്നിട്ട് അതിൻ്റെ 4/1 ഭാഗം എത്രയാണോ കിട്ടുന്നത് അവിടെ നമ്മൾ ഹിപ്പ് മാർക്ക് ചെയ്യാം. നമ്മളിതിൻ്റെ ടോപ്പിൻ്റെ താഴ്ഭാഗത്തെ വിരിവ് നമ്മൾ ഒരു 12 ഇഞ്ചൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിപ്പോൾ എലൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ താഴെ എത്ര വിരിവ് നമുക്ക് കിട്ടണോ ആ വിരിവിൽ നമ്മൾ ഫുള്ളായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് എല്ലാവിടെയും ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു 1.5 ഇഞ്ച് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ അളവ് കൊടുക്കുമ്പോൾ തയ്യൽ തുമ്പ് ഒരു 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതും ജോയിൻ ചെയ്ത് എല്ലാവിടെയും കൊടുക്കുക. പിന്നെ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ലെങ്ത്ത് എടുത്തതിൻ്റെ താഴെ നമ്മൾ ഫുൾ ലെങ്ത്ത് ടോപ്പിൻ്റെ എടുത്തല്ലോ അതിൻ്റെ താഴെ നമ്മൾ അറ്റത്തുനിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് വരയ്ക്കണം കേട്ടോ. അത് നമ്മൾ ഈ തയ്ക്കുമ്പോൾ നമ്മുടെ സൈഡ് ഭാഗം ഇങ്ങനെ തൂങ്ങി പോവാതിരിക്കാൻ വേണ്ടി കുറച്ചൊന്ന് കർവ് ചെയ്ത പോലെ ഒന്ന് ഷേപ്പിൽ വരച്ചും കൊടുക്കണം കേട്ടോ. ബോട്ടത്തിൻ്റെ താഴെ നമ്മളത് ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അറ്റത്തുനിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് കൊടുത്തതിന് ശേഷം ആ 1.5 ഇഞ്ച് അളവെടുത്തിട്ട് നമ്മളത് നമ്മുടെ ബോട്ടത്തിൻ്റെ താഴെ സെൻറ്റർ വരെയായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പതുക്കെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിൽ കൂടെ വേണം നമ്മൾ താഴത്തെ ആ ഒരു ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഫുള്ളും നമ്മുടെ തയ്യൽ തുമ്പടക്കം ഇട്ടിട്ടാണ് നമ്മളിത് താഴെ വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു 1.5 ഇഞ്ച് ആ സൈഡിൽ നിന്ന്
കാരണം നമ്മൾ സ്ലിറ്റ് ഇട്ടിട്ടല്ലല്ലോ തയ്ക്കുന്നത്, സൈഡിൽ ഓപ്പൺ വരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡിൽ ഇങ്ങനെ തുണി വന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ തൂങ്ങിക്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷേപ്പ് ഒരു 1 ഇഞ്ച് നമ്മളത് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് വരച്ച് കൊടുക്കാം. ഇതിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ ആ അറ്റത്തൊന്ന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കണ്ട ഇതുപോലെ, എന്നിട്ട് ആ സെൻറ്ററിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഷേപ്പ് ചെയ്തതിന് കൂടെ തന്നെ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നമുക്ക് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആം ഹോളിൻ്റെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഷോൾഡറിൻ്റെ ഹാഫ് എത്രയാണോ ആ ഒരു ലെങ്ത്ത് ഉണ്ടല്ലോ നമ്മൾ 7 അടി എടുത്തത്, അതിൻ്റെ ഹാഫിൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ഹാഫിൽ മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് ഈ അറ്റം വരെ നമ്മൾ ആ തയ്യൽ തുമ്പിട്ടിട്ടുണ്ടല്ലോ ആ അറ്റം വരെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ അവിടെ സെൻറ്റർ മാർക്ക് ചെയ്യുക, ആ മാർക്കിൽ നിന്ന് നേരെ വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ ബാക്കിലെ ആം ഹോളാണ്. ഇത് ഫ്രണ്ടിലത്തെ ആം ഹോൾ നമ്മൾ തുണി മറിച്ചിട്ടെടുക്കുമ്പോൾ അതിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പ് താഴ്ത്തി ഒന്ന് കുഴിച്ചിട്ട് ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്കിന് എത്രയാണോ വിട്ട് വേണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഞാനിപ്പോൾ ഒരു 3.5 ഇഞ്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നെക്കിൻ്റെ വിട്ട് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടമുള്ള നമുക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് താഴത്തേക്ക് 6, 6.5, 7 ഇഷ്ടമുള്ള അത്രയും നമ്മുടെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തത് വരുന്നതാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. സ്ലീവ് ഇതുപോലെ തന്നെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുത്തേക്കാണ്. 2 സ്ലീവിനുള്ളതും ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതും നമ്മൾ ഹാഫ് അളവാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് പ്ലസ് ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട്. അടിഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ സ്ലീവും ജോയിൻ ചെയ്യുമ്പോൾ അവിടെയും ഉള്ള തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് എടുക്കുക. നമുക്ക് സ്ലീവിൻ്റെ അവിടുത്തെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അളവ് എടുക്കാനായിട്ട് നമ്മുടെ മുകളിൽ നിന്ന് ടാപ്പ് വെച്ചിട്ട് ഒരു 3.25 ഇഞ്ചിന് നമ്മൾ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. പിന്നെ താഴെ നമ്മളുടെ തയ്യൽ തുമ്പും എല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഷേപ്പും വന്ന് നമ്മളിനി എടുക്കുന്ന ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് എത്രയാണോ, ചെസ്റ്റ് നമ്മളുടെ എത്രയാണെന്ന് വെച്ചാൽ ആ ചെസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അതിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് കുറയ്ക്കുക. ആ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ആ ടാപ്പ് ആ സെൻറ്റർ ഉണ്ടല്ലോ, സെൻറ്ററിൽ നിന്ന് ടാപ്പ് വയ്ക്കുക. അവിടെ നിന്ന് നമ്മൾക്ക് എത്രയാണോ ആ ഒരു ഹരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ മെഷർമെൻറ്റ് എത്രയാണോ ആ മെഷർമെൻറ്റ് നമ്മൾ നേരെ ടാപ്പ് വെച്ച് ആ നമ്മൾ സെൻറ്റർ വരച്ചിട്ടുണ്ടായല്ലോ അവിടെ ആ 3.25 വരച്ചേക്കണേലേക്ക് നമ്മൾ ആ ഒരു അളവ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതും വന്ന് സെൻറ്ററിലേക്ക് ഷേപ്പ് എടുത്ത് വരയ്ക്കുക. അപ്പം നമുക്ക് അവിടുത്തെ ആ ഒരു അളവ് കിട്ടും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾക്ക് താഴെ നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ, സ്ലീവിൻ്റെ റൗണ്ട് 12 ഒക്കെ ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഹാഫ് 6, അപ്പോൾ 6 എടുത്തിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത് അവിടെ നിന്ന് വെച്ചിട്ട് താഴത്തെ റൗണ്ടിലേക്ക് നമ്മൾ നേരെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമ്മുടെ സൈഡിൽ ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ താഴത്തെ ആ നമ്മളെ തയ്യൽ തുമ്പ് ഇട്ടതിന് കൂടെ തന്നെ നേരെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഷേപ്പ് ഉണ്ട്, ഈ ഷേപ്പിന് കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ സൈഡിലെ തയ്യൽ തുമ്പടക്കമാണ് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ സ്ലീവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക. ഞാനപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എൻ്റെ ടോപ്പുകളൊക്കെ കട്ട് ചെയ്ത് എടുക്കാറുള്ളത്. എനിക്കിത് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാനിനി പിന്നെ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. ബായ്.